ലോകത്തെമ്പാടും ജനന നിരക്കിൽ വലിയ തോതിലുള്ള ഇടിവെന്ന് പഠന റിപ്പോർട്ട്. എന്നാൽ ഈ ഇടിവിന് കാരണക്കാരൻ ഐഫോൺ ആണെന്ന കണ്ടെത്തലാണ് കൂടുതൽ അമ്പരപ്പിക്കുന്നത്. ഐഫോൺ പുറത്തിറങ്ങിയ 2007 മുതലാണ് ജനന നിരക്കിൽ കുറവ് സംഭവിച്ചതെന്ന് ഗവേഷകർ നിരീക്ഷിക്കുന്നു. യുഎസിലെ ജനന നിരക്കിലെ ഇടിവിന് ഒരു കാരണം ഐഫോൺ ആണെന്ന് പുതിയൊരു ഗവേഷണ പ്രബന്ധം പറയുന്നു. ആപ്പിളിന്റെ സ്മാർട്ട് ഫോണിന്റെ വ്യാപനം പ്രത്യേകിച്ച് കൗമാരക്കാർക്കും യുവാക്കൾക്കും ഇടയിൽ പ്രത്യുൽപാദന നിരക്ക് കുറയ്ക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടാകാമെന്ന് ഗവേഷകർ കണ്ടെത്തി. നാഷണൽ ബ്യൂറോ ഓഫ് ഇക്കണോമിക് റിസർച്ച് പ്രസിദ്ധീകരിച്ച ഈ പഠനം 2007 ഐഫോൺ പുറത്തിറങ്ങിയത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ജനന നിരക്കിനെ എങ്ങനെ ബാധിച്ചുവെന്ന് പരിശോധിച്ചു. 2024 22% ജനന നിരക്കിൽ കുറവ് സംഭവിച്ചത്. ഐഫോൺ ലഭ്യമായ പ്രദേശങ്ങളെയും അല്ലാത്ത പ്രദേശങ്ങളെയും താരതമ്യപ്പെടുത്തിയുള്ള പഠനത്തിലും സമാനമായ കണക്കുകളാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. നേരിട്ടുള്ള സാമൂഹിക ഇടപെടലുകൾ കുറഞ്ഞതും ആളുകൾ സ്മാർട്ട് ഫോണുകൾക്കും കമ്പ്യൂട്ടറുകൾക്കും മുന്നിലേക്ക് ചുരുങ്ങിയതുമാണ് ഇതിനൊരു കാരണം. ലൈംഗിക ബന്ധങ്ങളിൽ കുറവുണ്ടാകുകയും അശ്ലീല കണ്ടന്റുകൾ കാണുന്നത് വർദ്ധിക്കുകയും ചെയ്തു. ഗർഭനിരോധന മാർഗങ്ങൾ, ഗർഭഛിദ്രം എന്നിവയുൾപ്പെടെ ഗർഭധാരണം ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മികച്ച രീതിയിൽ ലഭ്യമാക്കാൻ ഐഫോണുകൾ സഹായിച്ചിരിക്കാമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടി. ഇത് അമേരിക്കയിൽ മാത്രം സംഭവിച്ച പ്രതിഭാസമല്ലെന്നും ആഗോളതലത്തിൽ സമാന രീതികൾ കാണപ്പെടുകയാണെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. നാഷണൽ ബ്യൂറോ ഓഫ് ഇക്കണോമിക് റിസർച്ച് പ്രസിദ്ധീകരിച്ച പഠന പ്രകാരം 1980 മുതൽ 2007 വരെ യുഎസിലെ പൊതുവായ ഫെർട്ടിലിറ്റി നിരക്കുകൾ 1000 സ്ത്രീകൾക്ക് 65 മുതൽ 70 വരെ ജനനങ്ങൾ എന്ന നിലയിൽ സ്ഥിരമായി നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് കുത്തനെ ഒരു ഇടിവ് തുടങ്ങി. 2024 ആയപ്പോഴേക്കും ഇത് 54 കുറഞ്ഞു. 17 വർഷത്തിനിടെ 22% കുറവ് രേഖപ്പെടുത്തിയത്. 2007 ഐഫോൺ ആദ്യമായി അവതരിപ്പിച്ചത്. അക്കാരണത്താലാണ് ജനനനിരക്ക് ഇടിയുന്നതിന് കാരണം ഐഫോൺ ആകാമെന്ന് ഗവേഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ജനനനിരക്ക് കുറയുന്നതിൽ ഐഫോണിന്റെ സ്വാധീനം അളക്കുന്നത് ബുദ്ധിമുട്ടാണ്. 2008 സാമ്പത്തിക പ്രതിസന്ധി പോലുള്ള പ്രധാന ആഗോള സംഭവങ്ങൾ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം. 2007 2011 ഇടയിൽ യുഎസിലെ ജനന നിരക്കുകളെ ഐഫോൺ ചെലുത്തിയേക്കാവുന്ന സാധ്യതയുള്ള സ്വാധീനത്തിലാണ് പഠനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.